ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, അടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നു. അത് DGMOമാരുടെ ചർച്ചയാണ്. ഇപ്പോൾ സേനാ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘർഷമുണ്ടാകുമ്പോൾ പ്രതിരോധ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് DGMOമാരുടെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയുടെ DGMO എന്നത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗയും പാകിസ്ഥാന്റേത് മേജർ ജനറൽ ഖാസിഫ് അബ്ദുള്ളയുമാണ്. ഇവരുടെ ചർച്ചകൾ നാളെയാണ് നടക്കാനിരിക്കുന്നത്. ഇവിടെ സജിത്ത്, കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഇതൊരു ധാരണയല്ല, ഇതൊരു കരാറല്ല, മറിച്ചൊരു ധാരണ മാത്രം ആണ് എന്നുള്ളതാണ്. ഒപ്പം ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങളെ അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണങ്ങളെ യുദ്ധമായി കാണും, ആ നിലയിൽ തന്നെ തിരിച്ചടിക്കും എന്നൊക്കെ പറയുമ്പോഴും ഇതിലൊരു ധാരണയിലേക്ക് എത്തേണ്ടത് ഈ DGMOമാരുടെ കൂടിക്കാഴ്ചയിലാണ്. അവരാണിത് സംസാരിച്ച് ധാരണയിലേക്ക് എത്തിക്കേണ്ടത്. അങ്ങനെ തന്നെയുള്ള ഉപാധികളോടുകൂടിയ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ധാരണയിലേക്ക് പോകും എന്നാണോ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്? അങ്ങനെ കരുതണം. തീർച്ചയായും ധാരണ ഉണ്ടായേ മതിയാവൂ. കാരണം വെടിനിർത്തൽ എന്നത് അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ടാക്കൽ എന്നത് വെറും ഒരു ടെലിഫോൺ കോൺവെർസേഷനിൽ ഉണ്ടാക്കാവുന്ന കാര്യം മാത്രമല്ല, അതിൻ്റെ ഒരു ഉടമ്പടി ഉണ്ടാവേണ്ടതുണ്ട്. തുടർച്ച സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും സൈനിക തല കൂടിക്കാഴ്ചകളിൽ അതുണ്ടാകുമെന്ന് കരുതാം. അതിനുശേഷം അതിൽ ഒരു രാഷ്ട്രീയ തീരുമാനം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ തീരുമാനം ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാൻ അതേസമയം അവിടുത്തെ ഭരണ സംവിധാനത്തിൽ സൈന്യത്തിന് ഏറെ പങ്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സൈന്യം തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തേക്കാം. പക്ഷേ ഇന്ത്യൻ സംവിധാനത്തിൽ അത് രാഷ്ട്രീയ തീരുമാനമാണ്. പ്രത്യേകിച്ച് സൈന്യം ചർച്ചകളുടെ ഭാഗമാണെങ്കിൽ കൂടിയും തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്ന തീരുമാനം കൂടി അതിൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ നയവും തുടർ പരിപാടികളും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക. പിന്നോട്ട് പോക്ക് ഉണ്ടാവുന്നില്ല, രാഷ്ട്രത്തിന് നഷ്ടമുണ്ടാവുന്നില്ല, പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ കഴിഞ്ഞു എന്ന പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തീരുമാനം തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക. എന്തായാലും നാളത്തെ ദിവസവും നിർണായകമാണ്. ഒരുപക്ഷെ നാളത്തെ യോഗത്തിലേക്ക് അവതരിപ്പിക്കേണ്ട ഇന്ത്യയുടെ നയം സംബന്ധിച്ച നിർണായകമായ ആലോചനകൾ ഇന്ന് ഡൽഹിയിൽ നടക്കും. വളരെ പ്രധാനപ്പെട്ട ആലോചനകൾ. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ എന്താകണം എന്നത് സംബന്ധിച്ച നിരീക്ഷണങ്ങളൊക്കെയാണ് നടക്കുന്നത്. സജിത്ത്, ഒരു കാര്യം കൂടി, നിലവിൽ ഈ അതിർത്തി പ്രദേശങ്ങൾ ഇപ്പോഴും അതീവ ജാഗ്രതയിൽ തന്നെയാണല്ലോ. നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് 5 മണിക്ക് കരാർ അല്ലെങ്കിൽ ധാരണ നിലവിൽ വന്നു എന്ന് ഇന്ത്യ തന്നെയാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. 6 മണിക്ക് വാർത്താ സമ്മേളനത്തിലായിരുന്നു വിക്രം മിശ്ര ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്നാൽ രാത്രി 8:30യോടെ സാഹചര്യം മാറുന്നു. വലിയ തോതിലുള്ള ഷെൽ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് 10 മണിക്ക് വീണ്ടും ഈ ധാരണ തുടരാൻ തീരുമാനിച്ചു എന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിൽ ആണ് ഇനി തിരിച്ചടിക്കും, ആക്രമണമുണ്ടായാൽ എന്ന് മിശ്രി തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോഴും ഈ അതിർത്തി മേഖലകളിൽ ജാഗ്രത തുടരുന്നു. ചിലയിടങ്ങളിൽ സൈറൺ മുഴങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. റെഡ് അലർട്ടാണ് പല മേഖലകളിൽ എന്നുള്ളതാണ്. അതായത് അപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ നിൽക്കുമ്പോഴും അതിർത്തികളിലേക്ക് ഏത് സമയവുമുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും ജാഗ്രതയും ഇപ്പോഴും തുടരുകയാണല്ലേ? തീർച്ചയായിട്ടും ജാഗ്രത അതിശക്തമായി തന്നെ തുടരുകയാണ്. ഏറെ ആശാവഹമായ ഒരു കാര്യം, ഇന്നലെ രാത്രി 10:30-ക്ക് ശേഷം വലിയ ഏറ്റുമുട്ടലോ സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചിലയിടങ്ങളിൽ നിന്ന് സൂചന വരുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. പക്ഷേ ജാഗ്രതയിൽ ഒട്ടും കുറവുണ്ടായിട്ടില്ല. ആ തരത്തിൽ തന്നെ അവിടെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക സുരക്ഷാ സംവിധാനം, സുരക്ഷാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവിടെ ചില പരിശോധനകൾ നടക്കുന്നുണ്ട്. അവിടെ തീവ്രവാദി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളാണ് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതേസമയം അതിർത്തിയിലെ മറ്റിടങ്ങളിലെല്ലാം ജാഗ്രത തുടരുന്നു. ശക്തമായ തന്നെ മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾക്ക് അല്പം ആശ്വാസം വന്നിട്ടുണ്ട് എന്നതാണ് ഈ ഫയറിംഗ്, പ്രത്യേകിച്ച് ഡ്രോൺ ആക്രമണങ്ങളൊക്കെ ഒഴിവായി കഴിഞ്ഞപ്പോഴുള്ള സാഹചര്യം. ഒരുപക്ഷെ ഈ സ്ഥിതി ഇന്ന് രാത്രിയും തുടരാനായെങ്കിൽ മേഖലയിൽ ഒരു സമാധാനം തിരികെ വരുന്നു എന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. സമാധാനം ഇപ്പോൾ പുലരട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. മണിക്കൂറുകളായി അതിർത്തി മേഖലകൾ ശാന്തമാണ്. അപ്പോഴും അതിസൂക്ഷ്മമായി തന്നെയാണ് സാഹചര്യത്തെ വിലയിരുത്തേണ്ടി വരുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന കർശനമായ നിർദ്ദേശം ഉണ്ട്. രാവും പകലുമൊക്കെ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ നടത്തുമോ എന്നത് നമുക്ക് അറിയില്ല. അത്തരത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. കാരണം ഇതിനു മുമ്പും അത്തരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയും നമ്മൾ അത് കണ്ടതാണ്. അതേസമയം കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇന്ത്യ പാക് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്.
ചരിത്രപരമായ തീരുമാനമാണ് ഇത്. ഇന്ത്യയും പാകിസ്ഥാനുമായി അമേരിക്ക വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് പോസ്റ്റിൽ പറയുന്നുണ്ട്. മനു ഭരത് ചേരുന്നുണ്ട്. മനു, ഇന്നലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു എന്ന വിവരം ആദ്യം തന്നെ പുറത്തു വന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റിലൂടെയാണ്. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം 5:30 അറിയിച്ചിരുന്നു. അത് പിന്നെ 6 മണിയിലേക്ക് മാറ്റി. 6 മണിക്ക് ഇക്കാര്യം ഇന്ത്യയും സ്ഥിരീകരിക്കുന്നു. ഇപ്പോഴത്തെ ഈ പോസ്റ്റിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഡൊണാൾഡ് ട്രംപ് എന്താണ് പറയുന്നത്? അതായത് ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയത് തന്റെ നേതൃത്വത്തിൽ ഇനിഷ്യേറ്റീവ് ആണ് എന്നാണോ? യെസ് അഭിലാഷ്, അതുതന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ആഗോള സമൂഹത്തോട് പറഞ്ഞു വെക്കുന്നത്. താനാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടത് എന്ന തരത്തിൽ ഒരു ലോക നയതന്ത്ര വിദഗ്ധനായൊക്കെ സ്വയം പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. പക്ഷേ ഈ ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൽ 30-ലധികം രാജ്യങ്ങൾ അവരുടെ പ്രതിനിധികൾ ഇടപെടുകയും ആ വിഷയം ഇന്ത്യയും പാകിസ്ഥാനുമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഡൊണാൾഡ് ട്രംപ് ഇത് തൻ്റെ മാത്രം ഒരു നേട്ടമായി ഉയർത്തി കാണിക്കുന്നു. മാത്രമല്ല, രണ്ടുപേരും വെടിനിർത്തിയതിന് ഒരു ഇൻസെൻറ്റീവ് എന്ന തരത്തിൽ അവരുമായി കുറച്ച് വ്യാപാര ബന്ധങ്ങൾ നടത്താം, അല്ലെങ്കിൽ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താം, അവരുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാം എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ നടന്നു. പക്ഷേ ഇതിൽ ഈ കാര്യത്തെ പാകിസ്ഥാൻ അധികൃതർ ഈ ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപിനെ അനുമോദിക്കുന്നു. അങ്ങനെ ചെയ്തത് നന്നായി എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് വരുന്നു. അതേസമയം ഇന്ത്യ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലിനെ കുറിച്ച് വളരെ സെലക്റ്റീവായൊരു മൗനം ആണ് സൂക്ഷിക്കുന്നത്. കാരണം എല്ലാ രാജ്യങ്ങളോടും എന്ന പോലെ തന്നെ അമേരിക്കയോടും ഒരു നിലപാടെടുക്കുന്നു അല്ലാതെ അതിനപ്പുറത്തേക്ക് അമേരിക്ക ഇടപെട്ട് ഈ പ്രശ്നം തീർത്തുമെന്നോ അല്ലെങ്കിൽ അമേരിക്ക ഇടപെട്ട് ഇനി കാശ്മീർ പ്രശ്നം അവസാനിപ്പിക്കണമെന്നോ ഒരു നിലപാട് ഒന്നും ഇപ്പോൾ ഇന്ത്യൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. അപ്പോൾ ഇതിലൊരു സുപ്രധാനമായ ഒരു കാര്യം, ഇന്ത്യയുടെ ആഭ്യന്തര വിഷയം എന്ന നിലയിൽ അത് കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്കറിയാം. പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കും. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് അതിൻ്റെ ഒരു കൃത്യമായ ഒരു നിലപാട് ആ വിഷയത്തിൽ ഉണ്ട്. അതിൽ കാശ്മീർ അധിനിവേശപ്പെടുത്തിയ പാകിസ്ഥാൻ അധിനിവേശപ്പെടുത്തുന്ന നടപടിയെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. അവിടുത്തെ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തൊരു നീക്കം എന്ന നിലയിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നു. ഒരു സൈനിക നടപടിയിലൂടെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഡയലോഗിലൂടെ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളത്. ഇവിടെ മറ്റൊരു സുപ്രധാന വിഷയം അഭിലാഷിന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ്. അത് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ്. ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് മരവിപ്പിച്ചിരിക്കുന്നു. അത് ഇനി എങ്ങനെ പുനഃസ്ഥാപിക്കും എന്ന ഒരു വലിയ ചോദ്യം പാകിസ്ഥാന് മുന്നിലുണ്ട്. ഈ സീസ് ഫയർ കൊണ്ട് മാത്രം പാകിസ്ഥാൻ്റെ പ്രശ്നം അവസാനിക്കുന്നില്ല. പാകിസ്ഥാൻ ഇനി വരും കാലങ്ങളിലും ഒക്കെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ്. നാളെ ഏത് നിമിഷവും ഇന്ത്യക്ക് ഒരു സൈനിക നീക്കം അല്ലാതെ തന്നെ മരവിപ്പിക്കാനോ റദ്ദ് ചെയ്യാനോ കഴിയുന്ന ഒരു ട്രീറ്റിയായി അത് അവിടെ ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ പാകിസ്ഥാൻ്റെ തലയിൽ അത് തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. അത് കൃത്യമായി ഈ ഘട്ടത്തിൽ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതോടൊപ്പം ഈ തീവ്രവാദികൾക്കൊരു ഒളിത്താവളമാണ് പാകിസ്ഥാൻ എന്ന വലിയ ആത്മവിശ്വാസം തകർന്നു വീണിരിക്കുന്നു. അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന കാര്യവും വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലപാട് കൃത്യമാണ്. ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്നത് ഒരു രീതിയല്ല, പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് ഇന്ത്യയുടെ നീക്കം. കാരണം നമുക്ക് ഈ ഘട്ടത്തിൽ പോലും വളരെ കൃത്യമായൊരു കാര്യം നമുക്കറിയാം. പെഹൽഗാം സംഭവത്തിന് ശേഷം ഇന്ത്യ ആ തീവ്രവാദ നടപടികൾ പദ്ധതിയിട്ട ആളുകളെ, അത് ഒരുപക്ഷെ പെഹൽഗാം മാത്രമല്ല, പത്താൻകോട്ട്, മുംബൈ ആക്രമണം, IC-814 വിമാനം റാഞ്ചൽ കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയതിലൊക്കെ കേസിലെ പ്രതികളെ എല്ലാം കൂടി ഒറ്റയടിക്ക് പകവീട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് മിലിറ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ സേന അവിടുത്തെ. ശരിയാണ് മനു സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യയുടെ പോളിസികൾ അതിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ സിന്ധു നദീജല കരാർ അടക്കം മരവിപ്പിച്ച് നിർത്തുമ്പോൾ അതിൽ വേൾഡ് ബാങ്കിന്റെ കൂടി സഹായത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ്. വളരെ പെട്ടെന്ന് വേൾഡ് ബാങ്കിന്റെ ഒക്കെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അങ്ങനെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലല്ലോ മനു. ഒപ്പം ഈ അമേരിക്കയുടെ ഇടപെടൽ അതിന് മറ്റു ചില തലങ്ങൾ കൂടിയുണ്ടോ? പ്രത്യേകിച്ച് പാകിസ്ഥാൻ എപ്പോഴും ചൈനയുമായി കൂടുതൽ മികച്ച ബന്ധം പുലർത്തുന്നു. ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാനിലെ തീവ്രവാദത്തെ വളർത്തിയത് അമേരിക്കയാണ് എന്ന് നമുക്കറിയാം. അത് പാകിസ്ഥാനിലെ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഞങ്ങൾ തീവ്രവാദത്തെ വളർത്തിയിരുന്നു, അത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ലോകക്രമം അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ചൈനയാണ് ഏറ്റവും അടുത്ത സുഹൃത്ത് പാകിസ്ഥാൻ്റേത്. ചൈന വലിയ തോതിൽ പാകിസ്ഥാനിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്.
കറാച്ചി പോർട്ടിൽ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. റോഡ് പോലെയുള്ള അടിസ്ഥാന വികസന പദ്ധതികളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ബലൂചിസ്ഥാൻ മേഖലയിലെ ധാതു സമ്പത്തിൽ ചൈനയ്ക്ക് കൃത്യമായ കണ്ണുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപാര യുദ്ധത്തിൽ പാകിസ്ഥാനേക്കാൾ വലിയ വിപണിയായി ചൈന ഇന്ത്യയെയും കാണുന്നുണ്ട്. അങ്ങനെ ചൈനയും ഒക്കെ ഈ വിഷയത്തെ അതീവ സങ്കീർണമായാണ് നോക്കിക്കാണുന്നത്. അതാണല്ലോ അമേരിക്കയ്ക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. ചൈനയും അമേരിക്കയും തമ്മിലൊരു ട്രേഡ് വാർ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടുക, ഇന്ത്യയുമായും പാകിസ്ഥാനുമായി സൗഹൃദത്തിൽ പോവുക, അതിന് തങ്ങളാണ് മധ്യസ്ഥരാകുന്നത് എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരാവശ്യം കൂടിയാണ്. പക്ഷേ അതിനോട് ഇന്ത്യ എന്താണ് സ്വീകരിക്കുന്ന നിലപാട്? ഇന്ത്യ ഇതിനു മുമ്പും പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങൾ, പ്രത്യേകിച്ച് കാശ്മീർ, അതിൽ മറ്റു ലോകരാജ്യങ്ങളൊന്നും ഇടപെടേണ്ടതില്ല, അത് ഇന്ത്യ തീരുമാനിക്കും എന്നുള്ളതായിരുന്നല്ലോ പ്രഖ്യാപിതമായ ഇന്ത്യയുടെ നയം. അഭിലാഷ്, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഏഷ്യയിലെ ഒരു വലിയ ശക്തി എന്ന നിലയിൽ ചൈന നിൽക്കുമ്പോൾ ചൈന ഒരു ത്രട്ടായി ഇന്ത്യയെ കാണുന്നു എന്നതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പം ചൈന നമുക്കൊപ്പം നിൽക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം നമ്മൾ കൂടുതൽ കരുത്തരാകുന്നു, സാമ്പത്തികമായി കരുത്തരാകുന്നു, സൈനിക രംഗത്ത് കൂടുതൽ നമ്മൾ കരുത്താർജിക്കുന്നു. അതിൻ്റെ സൂചനയാണ് ചൈനയെ പോലൊരു രാജ്യം ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് വരുന്നത്. ചൈന പാകിസ്ഥാനെ അംഗീകരിക്കുന്നു, കാരണം പാകിസ്ഥാൻ ചൈനയുടെ ചൊൽപ്പടിക്കുന്നു.